ഹായ് ഗൈസ്, വെൽക്കം ടു ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നെയ്യാർ ഡാം കാണാനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെയ്യാർ ഡാമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ കാണുന്നില്ല ഒരു ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡാമിനടുത്തോട്ട് പോകാനുള്ളത് കേട്ടോ. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് നമ്മൾ 4 പേരും കൂടി ആടിപ്പാടി അങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ വളരെ കുറവാണ് ഇപ്രാവശ്യം, അതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എൻട്രി ഫീസ് എടുത്തിട്ടുണ്ട്. വലിയവർക്ക് മാത്രമേ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ. ഒരാൾക്ക് 10 രൂപയാണ്. അങ്ങനെ 20 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ കളിച്ച് പോകുന്നുണ്ട്. ഈ സൈഡ് കാണുന്നില്ലേ നെല്ലിച്ചെടി, ഇതൊക്കെ ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരുപാടുള്ള ചെടികൾ. അതേ ഇതിലൊരു നെല്ലിക്ക പോലൊരു കുഞ്ഞു കായുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളിതൊക്കെ പറിച്ച് വെച്ച് നെല്ലിക്ക എന്ന് പറഞ്ഞ് കളിക്കുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പുളിമരം, കുറേ പുളിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇലച്ചെടികൾ കണ്ടില്ലേ, പഴയ കാലത്തൊക്കെ വീടുകളിൽ ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ഒന്നും കാണാനേ ഇല്ല. അത് ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. വീണ്ടും കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ കാറ്റാടി മരവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല പച്ചപ്പും നമ്മുടെ മഞ്ഞ ഇലകളും ചുവന്ന കളറ് ഇലച്ചെടികളും എല്ലാം കൊണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ പരിസരമൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മാവൊക്കെ ഉണ്ട്, മാങ്ങയൊന്നുമില്ല. അങ്ങനെയെല്ലാം കണ്ടും നോക്കിയും അങ്ങനെ നടന്ന് ഇതാ ഞങ്ങൾ ഇനി ഇതിൻ്റെ ടോപ്പിൽ പോകണം കേട്ടോ. ഡാമിൻ്റെ മുകൾ ഭാഗത്ത് പോകണം. അപ്പോൾ ഇപ്പുറത്തെ സ്റ്റെപ്പ് ഉണ്ട്, എന്നിട്ടും സാഹസികമായി കയറാനായിട്ട് അപ്പനും മോനും ഇതാ പോകുന്നുണ്ട്. മോളും ഇതാ താഴെ നിന്ന് കയറാൻ ശ്രമിക്കുന്നുണ്ട്, അവളെ കൊണ്ട് പറ്റുന്നില്ല. അവസാനം അപ്പൻ വന്ന് കൈ കൊടുത്തു, മോളും കൂടെ മുകളിലോട്ട് കയറി കേട്ടോ. എനിക്കിതൊന്നും പറ്റില്ല, ഞാനിതാ സ്റ്റെപ്പൊക്കെ കയറി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവസാനം അവളും അതിൽ കൂടെയൊക്കെ വലിഞ്ഞ് കയറി വരും, നമ്മുടെ തവളമാക്രി പോകുന്ന പോലെയൊക്കെ അങ്ങനെയൊക്കെ കയറിയതാ. അവസാനം അവളും അങ്ങ് മുകളിലെത്തി. ഞാൻ സ്റ്റെപ്പ് കയറി വന്നപ്പോഴത്തേക്ക് അവരും അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ നേരത്തെ എത്തി. അവരൊക്കെ ഷോർട്ട് കട്ടല്ലേ ഉപയോഗിച്ചത്. അപ്പോൾ പിന്നെ ഇതുപോലുള്ള പോസ്റ്റ് എവിടെ കണ്ടാലും മറ്റേ നമ്മുടെ കുരങ്ങ് കുഞ്ഞുങ്ങളെ പോലെ തൂങ്ങിയ ആട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതാ വീണ്ടും നടന്ന് നമ്മളിങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് അവിടെ ഒരു പുള്ളിക്കാരൻ നമ്മുടെ ഡ്രില്ലിങ് മെഷീനിൽ ഒന്ന് കുഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിള്ളേർ കൂടെ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്തൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി എങ്ങനെ വീണ്ടും നടന്ന് ഒരു മഴയുടെ കോളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് അവസാനം നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി ഗൈസ്. പിന്നെ നമ്മുടെ ഈ കഥകളി ഉണ്ടല്ലോ, കഥകളി രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി ഒരു സ്റ്റെപ്പ് കഥകളി ആട്ടമൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുമൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് അങ്ങനെ എത്തി. അതിനടുത്തൊരു ക്ഷേത്രമുണ്ട്, മറ്റേ നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അടുത്താണ് നമ്മുടെ എൻട്രൻസ് ഗേറ്റൊക്കെ ഉള്ളത്. ആ ഗേറ്റ് വഴി നമ്മളങ്ങനെ ഡാമിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതുവഴിയാണ് പോകാനുള്ളത് കേട്ടോ. ഇതുവഴി കയറി ഇങ്ങനെ പോകുന്നത് കണ്ടില്ലേ. വെള്ളമുണ്ട്, എന്നാലും ഒത്തിരി കൂടുതലൊന്നും പറയാനില്ല കേട്ടില്ലേ. അല്ലെങ്കിൽ ഈ കല്ലൊക്കെ കാണുന്ന അതുവരെയൊക്കെ നല്ല മഴയൊക്കെ ഉള്ള സമയത്തുണ്ടാകും. ബോട്ടിങ് സർവീസൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, ഇപ്പം ഇല്ല. ഒരു ബോട്ട് അവിടെ കിടപ്പുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല പച്ച കളറ് വെള്ളം. പച്ചയും നീലയും നമ്മുടെ ആകാശത്തിൻ്റെ പ്രതിബിംബമാണോ എന്നൊന്നും അറിയത്തില്ല, ആ ഒരു കണക്കിനുള്ള കളറാട്ടാ. നമ്മുടെ ആകാശത്തിൻ്റെ രൂപമൊക്കെ കാണുന്നുണ്ട് വെള്ളത്തിൽ. നല്ല അടിപൊളി. ഇവിടെ ഈ ഡാമിൽ മുതലയൊക്കെ ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. മുതലയൊക്കെ ഉണ്ടാവും, വലിയ ഡാമാട്ടോ. അങ്ങനെ നമ്മൾ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായി ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ആകെ മൊത്തം വീഡിയോ ഒക്കെ കേട്ടോ. കുറേ ആയില്ലേ ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട്. അങ്ങനെ നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ട്. എന്നാൽ അത്യാവശ്യം മഴ കിട്ടി കേട്ടോ ഗൈസ്. ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ നല്ല കിടക്കാച്ചി മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു വീട്ടിൽ മഴ ഉണ്ടാവില്ലെന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി ചൂടൊക്കെ കുറവുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ, മഴ കിട്ടിയോ, എന്തൊക്കെയാണ് വിശേഷങ്ങളെന്നൊക്കെ പറയൂ കേട്ടോ എല്ലാവരും. അപ്പോൾ പിന്നെ നമുക്ക് നല്ല വെള്ളം ഉള്ള സമയത്ത് ഇതിൻ്റെ ഷട്ടറുകളൊക്കെ തുറന്നിടും കേട്ടോ. തുറന്നിടുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും, നല്ല വെള്ളച്ചാട്ടം പോലെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ആ സമയത്തൊക്കെ വന്നാൽ.
പിന്നെ ഈ സമയത്ത് ഒരു കുഞ്ഞ് ഷട്ടർ തുറന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കനാലിലൊക്കെ വെള്ളം വിടാൻ വേണ്ടിയിട്ട്, ഈ ചൂട് സമയമല്ലേ, അപ്പോൾ കനാലിലോട്ടൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു. അത് കാണേണ്ട ഭാഗ്യം നമുക്കുണ്ടായി കേട്ടോ. ഇതാണ് കേട്ടോ ഷട്ടറിൻ്റെയൊക്കെ സംഭവങ്ങൾ. ഇതൊക്കെ കറക്കിയൊക്കെയാണ് തുറക്കുന്നത്. കൂടുതലൊന്നും അറിയത്തില്ല, ഇതൊക്കെയാട്ടാ. എന്തായാലും സംഭവം കൊള്ളാം, കിടുക്കിയിട്ടുണ്ട്. വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു ചെറിയൊരു മങ്ങലുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഷട്ടറൊക്കെ തുറന്ന് വിടുമ്പോൾ ഇതിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ വരും കേട്ടോ. കണ്ടില്ലേ, ഇവിടെയാണ് ഒരു കുഞ്ഞ് ഷട്ടർ തുറന്ന് വിട്ടേക്കണേ. അവിടത്തേക്ക് നമ്മുടെ കനാലിലോട്ടൊക്കെ പോകുന്ന വെള്ളത്തിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മളിങ്ങനെ കണ്ട് നിങ്ങൾക്ക് അതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ ഷട്ടർ തുറന്ന കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടും കേട്ടും പിള്ളേർ ഓരോന്ന് ചോദിച്ചും പറക്കിയൊക്കെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നേരെ ഇതിൻ്റെ താഴ്ഭാഗത്തോട്ട് ഇറങ്ങി പോകണം കേട്ടോ. നമ്മൾ താഴത്തോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ വെള്ളം ഷട്ടർ തുറന്നേക്കണേ കാണാൻ പറ്റുന്നത്. താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ കാഴ്ച. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നല്ല പതഞ്ഞ് പൊങ്ങുന്ന വെള്ളം, ഇവിടെ പാൽക്കടൽ പോലുള്ള പാലരുവി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോലെ കേട്ടോ. നെക്സ്റ്റ് ഒരു ക്ലിക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ഡാമിൽ നിന്ന് ചെറിയ ഡാം തുറന്നിട്ട് അവിടുത്തെ വലിയ ഷട്ടർ തുറന്നിട്ടില്ലെങ്കിൽ